നമസ്കാരം. പഞ്ചശക്തി ടാറോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു ടോപ്പിക്ക്, നിങ്ങൾ ഒത്തിരി സ്നേഹിച്ചിട്ടും നിങ്ങളെ വേദനിപ്പിച്ച, നിങ്ങൾക്ക് വാല്യൂ തരാതെ നിങ്ങളെ കഷ്ടപ്പെടുത്തി പോയ ആ വ്യക്തി ഇപ്പോൾ എവിടെയാണ്, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ, അല്ലെങ്കിൽ അവരിപ്പോൾ ഈ സിറ്റുവേഷനിലൊക്കെ ഹാപ്പിയാണോ, അതും അല്ലെങ്കിൽ നിങ്ങളുടെ ആ സ്പേസിൽ മറ്റാരെങ്കിലും എത്തിയിട്ടുണ്ടോ? നിങ്ങൾക്ക് പഴയ ഒരു സ്നേഹവും ഇൻറ്റിമസിയും ഒന്നും അവരോടില്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരിപ്പോൾ എന്തെടുക്കുന്നു എന്നുള്ളൊരു അറിയാനുള്ള ആകാംക്ഷ കിടപ്പുണ്ട്. നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റീഡിങ് കാണാവുന്നതാണ്. ഇതിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തി ഈ നിമിഷം എന്ത് ചെയ്യുകയാണ്. അവർ നിങ്ങളെ ഓർക്കുന്നുണ്ടോ? The Tower, Knight of Cups, the Moon, Eight of Pentacles, the High Priestess, Judgment, Page of Pentacles, the Fool, Ten of Wands, Seven of Swords, Two of Wands, the Hermit, Five of Pentacles. ഇത്രയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ എന്താണ്, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ ഈ വ്യക്തി നിങ്ങൾക്ക് പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടായിരിക്കും അല്ലേ? ശരിക്കും പറഞ്ഞാൽ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടെന്നല്ല, ഓരോന്നും പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടാവണം, അങ്ങനെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ പലതരം ഒരു ഇൻറ്റൻഷനോടെ ആയിരിക്കും നിങ്ങളിലേക്ക് വന്നത്. ചിലപ്പോൾ സാമ്പത്തിക ലാഭമായിരിക്കാം, അല്ലെങ്കിൽ ഇമോഷണലി ആയിരിക്കാം. നിങ്ങൾ ശരിക്കും ഈ ഒരു റിലേഷന് വലിയ രീതിയിലുള്ളൊരു ട്രസ്റ്റ് കൊടുത്തിരുന്നു. ഇത്രയും ഒരു പെയിൻ തന്നിട്ട് ഈ വ്യക്തി ഇതിൽ നിന്ന് പോകുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ ട്രസ്റ്റ് ചെയ്തിരുന്നു. ഇവർ മൂവ് ഓൺ ആയിട്ടുള്ള ആദ്യ നാളുകളിൽ നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിൻ, അത് നിങ്ങൾക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു എന്ന് കാണുന്നുണ്ട്. അത് ശരിക്കും ഉറങ്ങാൻ പോലും പറ്റാതെ എല്ലാവരുടെയും മുന്നിൽ സന്തോഷം അഭിനയിച്ച്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം നിങ്ങൾ ഉള്ളിൽ കരയുകയാണ്, പക്ഷെ ഇത് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ പറ്റില്ല. അവരുടെ മുന്നിൽ ഹാപ്പി ആയിട്ട് നിന്നേ പറ്റുള്ളൂ. നിങ്ങൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആളായിരിക്കാം, വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ കുടുംബം നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം ഉണ്ടാകുക. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു സന്തോഷം അഭിനയിച്ച് തന്നെയാണ് നിങ്ങൾ തള്ളി നീക്കിയത് നാളുകൾ. ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, മനസ്സാകെ തളർന്ന് കഴിച്ചു കൂട്ടിയ ദിവസങ്ങൾ. അതാണ് നമുക്കിത് മൂൺ കാർഡ് വന്നിരിക്കുന്നുണ്ട്. ഒരുപാട് പെയിൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു റിലേഷൻ ഇവർ അവസാനിപ്പിച്ച് പോയപ്പോൾ. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ആ കഴിഞ്ഞ കാലം തന്ന ആ വേദനകളെല്ലാം അതിജീവിച്ച് നിങ്ങളിപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പുറത്ത് വന്നു, അങ്ങനെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് അവർ തന്ന വലിയൊരു മുറിവ്, അത് ആ ഒരു വലിയൊരു തിരിച്ചറിവ് തന്നെയായിരുന്നു നിങ്ങൾക്ക് തന്നത്. ഇപ്പോൾ നിങ്ങൾ ക്ലിയറാണ്. ആരാണ് സത്യസന്ധർ, ആരാണ് ഫേക്ക്, ആരെയൊക്കെ വിശ്വസിക്കാം ലൈഫിൽ, എവിടെയൊക്കെ ആർക്കൊക്കെ മുന്നിൽ ഒരു ബോർഡർ സെറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത് ഈ ഒരു അനുഭവം ആണ്, ഈ ഒരു റിലേഷൻ തന്ന അനുഭവ പാഠവും എന്ന് തന്നെ നമുക്ക് പറയാം. നിങ്ങൾ നിങ്ങളുടെ സെൽഫ് വർത്ത് തിരിച്ചറിഞ്ഞു എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ തനിച്ചാണെങ്കിലും എൻ്റെ വാല്യൂ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതാണ് നിങ്ങൾ വിചാരിക്കുന്നത്. എൻ്റെ കൂടെ ആരും വേണമെന്നില്ല എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട്. നിങ്ങളുടെ കോൺഫിഡൻസ് ഓരോ ദിവസം കഴിയുന്തോറും കൂടി വരികയാണ്. ചില സമയത്ത് നിങ്ങളൊന്ന് സാഡായി പോകാം, പക്ഷേ ഏതൊക്കെയോ ഒരു ശക്തികൾ നിങ്ങളെ മുന്നോട്ട് നയിക്കുകയും നിങ്ങളെ കോൺഫിഡൻ്റ് ആക്കുകയും നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നതാണ്. നിങ്ങളുടെ മൈൻഡ് ഇപ്പോൾ വളരെ സ്ട്രോങ് ആണ്. നിങ്ങളൊരു കാലത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു
അവരുടെ കോൾ ഇല്ലാതെ, അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു ദിവസം സംസാരിക്കാതെ, അവരുടെ മെസ്സേജുകൾ വരാതെ കഴിഞ്ഞു പോകാനായിട്ട് ഒരു ദിവസം പോലും നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് മുന്നുണ്ടായിരുന്നു. അങ്ങനെ തോന്നിയ ദിവസങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എൻ്റെ മനസ്സിൻ്റെ സമാധാനവും സന്തോഷവും ആർക്കും വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്നുള്ള ഒറ്റ ഡിസിഷനിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ സന്തോഷവും സമാധാനവുമാണ് എനിക്ക് പ്രാധാന്യം എന്ന അവസ്ഥയിൽ ഇപ്പോൾ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോയിരിക്കുന്നു എന്ന് തന്നെ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ നിങ്ങളുടെ ആ ഒരു എനർജിയിൽ, നിങ്ങളുടെ എനർജിയാണ് കൂടുതലും ഇതിനകത്ത് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ അനുഭവിച്ച ആ മാനസിക വിഷമം, പെയിൻ, ഇതെല്ലാം നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട് വ്യക്തമായിട്ട്. ഇനി നമുക്ക് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നോക്കാം. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് അവർ പൂർണ്ണമായിട്ടും മറന്നു എന്ന് തന്നെയല്ലേ? പക്ഷെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. നിങ്ങളെ നല്ല രീതിയിൽ അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, നിങ്ങൾ ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട്, ഇതെല്ലാം അവർക്ക് അറിയണം. അവരറിയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ മുന്നിലേക്ക് വരാനോ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനോ അവർക്ക് ഭയമാണ്. അതുമാത്രമല്ല, വലിയൊരു കൺഫ്യൂഷൻ കൂടിയുണ്ട്. സംസാരിച്ചാൽ നിങ്ങൾ പ്രതികരിക്കുന്നത് മോശമായിട്ടായിരിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. കാരണം ഈ ഒരു റിലേഷൻ പെട്ടെന്ന് അവസാനിപ്പിച്ച് പോയൊരു വ്യക്തിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും മാപ്പ് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് അവർ ഭയങ്കരമായിട്ടൊരു ടെൻഷനിലാണ്. നിങ്ങൾ തിരിച്ച് സംസാരിക്കുമോ, അതോ നിങ്ങൾ വഴക്കുണ്ടാക്കുമോ, തുടങ്ങിയ പല പല കൺഫ്യൂഷൻസ്, പേടി, അതിനെ കൂടുതൽ പേടിയാണ്. പിന്നെ മടി, ഇതുമൊക്കെ അവർക്കുണ്ട്. അതുകൊണ്ട് അവരവരുടെ ഫീലിങ്സ് എല്ലാം ഉള്ളിൽ അടക്കി തന്നെ വെച്ചിരിക്കുകയാണ്. മുമ്പ് നല്ല രീതിയിൽ ഈഗോയും കോപവും, നിങ്ങളോട് എന്ത് പറഞ്ഞാലും ആ സ്പോട്ടിൽ വഴക്കുണ്ടാക്കുകയും നിങ്ങളുടെ ഫോണൊക്കെ എന്താ പറയുക, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്പോട്ടിൽ തന്നെ കട്ട് ചെയ്ത് പോവുകയും നിങ്ങൾക്ക് ഒരു വാല്യൂ തരാതിരുന്ന ആ ഒരു ക്യാരക്ടർ എല്ലാം മാറി. ആ ഈഗോയും കോപവും ഒന്നും പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇപ്പം അവർക്കില്ല. അവരുടെ ഉള്ളിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇപ്പം ഭയം. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരുടെ ഉള്ളിൽ ഒരു കാര്യം കൂടിയുണ്ട്. അവർ വിചാരിക്കുന്നൊരു കാര്യമുണ്ട് നിങ്ങളെപ്പറ്റി. നിങ്ങളെ ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ അവരെ ഒരിക്കലും മറക്കത്തില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വന്ന് നിങ്ങളോട് തുറന്ന് സംസാരിച്ചാൽ നിങ്ങൾ വീണ്ടും ഈ റിലേഷനിലേക്ക് വരും. ഓക്കെ ആവും നിങ്ങൾ. കാരണം നിങ്ങൾക്ക് അത്രത്തോളം അവരെ ഇഷ്ടമായിരുന്നു എന്നവർക്കറിയാം. അപ്പം നിങ്ങളോട് വന്നൊന്ന് ഓപ്പണായിട്ട് സംസാരിച്ച് ഒരു സോറിയൊക്കെ പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആകുമെന്നൊരു ശുഭാപ്തി വിശ്വാസം അവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ അപ്രോച്ച് ചെയ്യാനായിട്ട് മാർഗങ്ങളില്ല. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ല. ഏറെ പേരുടെ എനർജിയിൽ കുറച്ച് നാളായിരിക്കാം അല്ലേ ഇതൊരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടല്ലേ, അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഭയവും ടെൻഷനും ഒക്കെ. വീണ്ടും റീയൂണിയന് വേണ്ടിയല്ല എങ്കിലും നിങ്ങൾക്കറിയണം ഇപ്പോൾ ഇവർ പശ്ചാത്തപിക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഈ വ്യക്തിയുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കുറ്റബോധം ഉണ്ടോ, അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ട്. നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്തു. നിങ്ങളുടെ മനസ്സ് മാനസികമായിട്ട് ശരിക്കും തളർത്തി. ഇപ്പോഴെങ്കിലും പശ്ചാത്തപിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മനസ്സിലില്ലേ? അപ്പോൾ നമ്മൾ അതിനുള്ള ആൻസർ നോക്കിയാൽ അവർ വലിയൊരു തിരിച്ചറിവിൻ്റെ വക്കിലാണ് എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ പറഞ്ഞതും ചെയ്തു പോയതുമായ കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നു എന്നവർക്കറിയാം. അവരെടുത്തു പോയ തീരുമാനങ്ങൾ, നിങ്ങളെ വേണ്ട എന്ന് വെച്ച് തന്നെ പോയ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷെ ആ സമയത്തും ഹെർമിറ്റ് കാർഡ് വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു അവർ തിരിച്ചു വരുമെന്ന്. കുറച്ച് നാളെങ്കിലും നിങ്ങൾ ആ ഒരു പ്രതീക്ഷ വെച്ചിട്ടിരുന്നു. പക്ഷേ അവർ തന്നെ വേണ്ടാന്ന് വെച്ച് പോയി. ആ തീരുമാനം തെറ്റായി പോയി എന്നിങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ, ഈ ഒരു കാര്യം തീരുമാനം തെറ്റായിപ്പോയെന്ന് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ പറ്റിച്ചതിൻ്റെ ഒരു കർമ്മഫലമാണ് അവരിപ്പോൾ അനുഭവിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയാം. മനസ്സിലായോ? അപ്പോൾ നിങ്ങളെ ആ രീതിയിൽ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അത് ആ വ്യക്തിക്കേ അറിയുള്ളൂ. ഇപ്പോഴും നിങ്ങൾക്ക് അറിയില്ല ഇതെല്ലാം ഒരു പറ്റിപ്പിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത്. ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു റിലേഷൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നില്ല എങ്കിൽ, ഒരു തീരുമാനം ഉണ്ടാവുന്നില്ല എങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ എന്നാണ് കാണുന്നത്. അവർക്ക് ശരിക്കും ഭ്രാന്ത് വന്നിരിക്കുന്ന അവസ്ഥ. വർക്കിലൊക്കെ എൻഗേജ്ഡ് ആണ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് വല്ലാതെ ഭ്രാന്ത് പിടിക്കുന്നൊരവസ്ഥയിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആ വ്യക്തിയുടെ എനർജിയിൽ കണ്ടത്. ഇനി ആ വ്യക്തി നിങ്ങളോട് പറയാൻ, അവരുടെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ യൂണിവേഴ്സ് വഴി നിങ്ങളോട് പറയാനായിട്ടുള്ളൊരു മെസ്സേജായിട്ട് എന്താണ് വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അവരാദ്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അവർ നിങ്ങളെ മനസ്സിലാക്കേണ്ടതായിരുന്നു,
തെറ്റ് പറ്റിപ്പോയി. ഇതാണ് ആദ്യം അവരുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല, കാരണം ഇപ്പോൾ ഞാൻ അത്രത്തോളം നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നവരുടെ മനസ്സിലുണ്ട്. നീ പറയുന്നതൊക്കെയായിരുന്നു പൂർണ്ണമായിട്ടും ശരി. നീ പറയുന്നതൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇതാണ് അവരുടെ മനസ്സിൽ അടുത്ത ചിന്ത. അവസാനമായിട്ട് അവർ പറയുന്നു, നിങ്ങളെ അന്ന് നിങ്ങൾ ചെയ്ത മുഴുവൻ തെറ്റായി, നിങ്ങൾ മോശമാക്കി നിങ്ങളെ ചിത്രീകരിച്ചിട്ട് പോയ ആള് ഇപ്പൊ ചിന്തിക്കുന്നു നിങ്ങളുടെ ഭാഗത്തായിരുന്നു പൂർണ്ണമായിട്ടുള്ള ന്യായം, ഞാനാണ് തെറ്റ്. ഈ കാര്യങ്ങളൊക്കെ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ആ വ്യക്തി തിരിച്ചു വരാനുള്ള ചാൻസ് ഏറെയാണ്. എന്തിനാണെങ്കിലും നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഈ വ്യക്തി വരാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെ നമുക്ക് റീഡിങ്ങിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. ആ വ്യക്തി കോണ്ടാക്റ്റ് ചെയ്യും. നിങ്ങളെ വിട്ടുപിരിഞ്ഞ് കുറേ നാളായി പോയ, നിങ്ങളെ മാനസികമായിട്ട് തളർത്തി വേദനിപ്പിച്ച ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തീരുമാനം നിങ്ങളുടേതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇന്ന് വന്നിരിക്കുന്ന റീഡിങ്. നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് പിന്നെ കാണാം, നാളെ കാണാം. ഓക്കെ, അപ്പോൾ താങ്ക് യു മൈ വ്യൂവേഴ്സ്.